നമസ്കാരം. സർക്കാരിനെയും പോലീസിനെയും വെല്ലുവിളിച്ച് ദിവസങ്ങളായി ഒളിവിൽ കഴിഞ്ഞ അർജുൻ ആയങ്കി ഒടുവിൽ അറസ്റ്റിലായി. പോലീസിനെ വെല്ലുവിളിച്ച അർജുനെ പോലീസ് കണ്ണൂരിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത്. നഗരത്തിലെ ഒരു അഭിഭാഷകരുടെ അപ്പാർട്ട്മെന്റിൽ വെച്ച് ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആയങ്കിയെ തേടി പോലീസ് സംസ്ഥാന വ്യാപകമായി തിരച്ചിൽ നടത്തുകയായിരുന്നു. തൃശ്ശൂരിലുണ്ട് എന്ന സൂചനയെ തുടർന്ന് അവിടെ പരിശോധന നടത്തിയിരുന്നുവെങ്കിലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ കണ്ണൂരിലുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത്. വളപട്ടണത്ത് വെച്ച് അർജുൻ സഞ്ചരിച്ചിരുന്ന കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തതും കണ്ണൂരിലുണ്ട് എന്ന നിഗമനത്തിലെത്താൻ പോലീസിനെ കാര്യമായി തന്നെ സഹായിച്ചു. ഓട്ടോറിക്ഷയിലാണ് അഭിഭാഷകയെ കാണാൻ അർജുൻ എത്തിയത്. ഓട്ടോ ഡ്രൈവർ ഈ സംശയം പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ വഴി ഇത് സ്ഥിരീകരിക്കുകയും പുലർച്ചെയോടെ അപ്പാർട്ട്മെന്റ് വളഞ്ഞ് ഇയാളെ പിടികൂടുകയായിരുന്നു. പോലീസിനെ കണ്ട അർജുൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയായിരുന്നുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. രാമനാട്ടുകര സ്വർണം പൊട്ടിക്കൽ കേസിന് പിന്നാലെയാണ് അർജുൻ ആയങ്കി എന്ന പേര് വാർത്തകളിൽ പ്രധാനമായും നിറയുന്നത്. തുടർന്ന് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട ഇയാൾ ഒളിവിൽ കഴിയുന്നതിനിടെ പിടിക്കാമെങ്കിൽ പിടിക്കൂ എന്ന് ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പോസ്റ്റിട്ടിരുന്നു. പിന്നാലെ ആഭ്യന്തര വകുപ്പ് ആയങ്കിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. അറസ്റ്റിലായി പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനിടയിലും പോലീസിനെ പരിഹസിക്കുന്ന നിലപാടാണ് അർജുൻ കൈക്കൊണ്ടത്. കടലിൽ കാണാതായവരെ കിട്ടിയോ എന്നായിരുന്നു ഇയാളുടെ പരിഹാസ ചോദ്യം. താൻ ഒരുപക്ഷെ കടലിൽ കാണാതായ മനുഷ്യരുടെ കപ്പലിലുണ്ടായിരുന്നുവെങ്കിൽ പോലീസ് നേരത്തെ തന്നെ പിടികൂടുമായിരുന്നുവെന്നും അങ്ങനെയെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് നീതി ലഭിക്കുമായിരുന്നുവെന്നും മുമ്പും ഇയാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. കേസിൽ CPM കഴിഞ്ഞ ദിവസം തന്നെ ആയങ്കിയെ തള്ളി രംഗത്തെത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും MV ജയരാജനും അർജുൻ ആയങ്കിയെ പോലെയുള്ളവരെ ന്യായീകരിക്കേണ്ട കാര്യമില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. കോതമംഗലത്ത് നിയമവിരുദ്ധമായി സംഘം ചേർന്നതിനും തുടർന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വന്നതിനും പിന്നാലെ അവിടുത്തെ SHOയെ ഭീഷണിപ്പെടുത്തി സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടതിനാണ് അർജുനെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. കൂടാതെ ആഭ്യന്തര വകുപ്പിനെയും മന്ത്രിയെയും വെല്ലുവിളിച്ചതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ പരാതിയിലും ഇയാൾക്കെതിരെ കേസുണ്ട്. പോലീസിനെ വെല്ലുവിളിക്കുക എന്നാൽ ഒരു സമൂഹത്തെ ആകെ വെല്ലുവിളിക്കുന്ന നിലപാടാണത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകൾ കൈക്കൊള്ളുന്നവരെ പോലീസ് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നതുമില്ല. എന്തായാലും അർജുൻ ഇനി വരും ദിവസങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.